അഹമ്മദ് ദേവർകോവിലിന്റെയും ആന്റണി രാജുവിന്റെയും രാജി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു. ശനിയാഴ്ച മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും എസ് ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, രണ്ടു മന്ത്രിമാരുടെയും പടിയിറക്കം അഭിമാന നേട്ടത്തോടെയാണ് പടിയിറക്കം. ഇപ്പോൾ രാജി ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി, ഈ മാസം 24-നായിരുന്നു മന്ത്രിമാരായ ആന്റണി രാജുവും അതോടൊപ്പം തന്നെ അഹമ്മദ് ദേവർകോവിലും രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഈ രാജിക്കത്ത് ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി അയക്കുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഗവർണറുടെ അംഗീകാരം വന്നിരിക്കുന്നത്. ഇരുവരുടെയും രാജി അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ട് മന്ത്രിമാരുടെ, അതായത് LDF-ന്റെ യോഗ തീരുമാനം, അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ LDF-ൽ ഉണ്ടായിരുന്ന ധാരണയാണ് 4 കക്ഷികളിൽ 2 കക്ഷികൾക്ക് ആദ്യത്തെ 2.5 വർഷം മന്ത്രിസ്ഥാനം, തുടർന്നുള്ള മറ്റ് 2 കക്ഷികൾക്ക് ശേഷിക്കുന്ന 2.5 വർഷം മന്ത്രിസ്ഥാനം എന്നുള്ളത്. അതിന് പ്രകാരം തന്നെയാണ് ഇപ്പോൾ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ മന്ത്രിമാരായി KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഈ മാസം 29-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതായിരിക്കും. ശരി, വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും എസ് ഷീജ നൽകിയത്.